പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ ഭാവന. യൂദയിൽ നിന്നും യൂദകളിലേക്ക്. വിശ്വാസ ജനങ്ങളെ, എൻ്റെ പിൻഗാമികളെ, യേശുവിനൊപ്പം ശിഷ്യനായി നടക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും അത്ഭുതങ്ങൾ കാണുകയും വീരപ്രവൃത്തിയിൽ സാക്ഷിയായി ക്രിസ്തുവിൻ്റെ ദൈവികത അനുഭവിക്കുകയും ദൈവസ്നേഹത്താൽ നിറയ്ക്കപ്പെടുകയും ചെയ്തിട്ടും കുപ്രസിദ്ധിയിലേക്കും ശാപത്തിലേക്കും എൻ്റെ ഉള്ളിൽ കടന്നു വന്ന സ്വാർത്ഥതയും പ്രലോഭനവും എന്നെ എത്തിച്ചു. 30 വെള്ളിക്കാശിനു വേണ്ടി ഞാൻ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കി. അന്ന് നിസ്സാര തെറ്റായി തോന്നിയെങ്കിലും അതിൻ്റെ അനന്തരഫലം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇത്ര വലിയ പാപമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ ജീവിതം ഭക്തിയുടെ വേഷം ചമഞ്ഞ് ദൈവനാമത്തെ ദുർവിനിയോഗം ചെയ്തും ദൈവജനത്തെ തെറ്റായി ഉപദേശിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നവരുടെ കണ്ണാടിയാണ്. വഞ്ചനയുടെ പ്രതിനിധിയായി മാറിയ എന്നെ അനുകരിപ്പാൻ ദൈവസഭകളിലും സമൂഹത്തിലും ആളുകൾ ഏറുകയാണ്. എന്നെ നിങ്ങൾ അനുഗമിക്കുന്നു. ഒരിക്കലും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കത്ത് ആത്മീയ മുന്നറിയിപ്പാണ്. ദൈവസഭയെ ഭിന്നിപ്പിച്ചും ജനത്തെ മുറിവേൽപ്പിച്ചും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി നുണ പറഞ്ഞും ഭക്തിയുടെ മറവിൽ കുടുംബ ബന്ധങ്ങൾ നശിപ്പിച്ചും കൃപാവരങ്ങളിൽ മായം കലർത്തിയും സത്യസന്ധതയോട് വിശ്വാസത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും അപമാനം വരുത്തി ക്രിസ്തുവിനെ നിങ്ങൾ വീണ്ടും ക്രൂശിപ്പാനും ദൈവനാമത്തെ നിന്ദയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നു. ക്രിസ്തു എന്ന വിലയേറിയ സമ്പത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അത് തിരിച്ചറിയാതെ കേവലം ക്ഷണസുഖം തേടിപ്പോയ ലോകത്തെ ഏറ്റവും വിഡ്ഢിയായ മനുഷ്യനാണ് ഞാൻ. പ്രലോഭനങ്ങളുടെ വഴിയിൽ വീഴാതെ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. 30 വെള്ളിക്കാശും സുഖജീവിതവും മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പണത്തൂക്കത്തിൻ്റെ മറവിൽ പല ആത്മീയ ഗുരുക്കന്മാരും വിശ്വാസികളുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിച്ചും ന്യായീകരിച്ചും അവരെ തിരുത്തപ്പെടലിൽ നയിക്കാതെ അവരെ മനഃപൂർവ്വം പാപത്തിൻ്റെ കുഴിയിൽ തള്ളിയിടുന്നു. തെറ്റിന് മുമ്പിൽ മനുഷ്യപ്രീതിക്കായി മൗനം പാലിക്കുന്നതും ഗുരുതരമായ പാപമാണ്. നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നവരും കേൾവിക്കാരും മാത്രമായി തീരാതെ അത് അനുസരിക്കുന്നവരായിരിക്കണം. ആത്മീയ അധ്യാപകർ വേഷം ധരിച്ച് വ്യാജ ഉപദേശവും മായാജാല വിദ്യ കൊണ്ടും ജനത്തെ വഴിതെറ്റിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. നിസ്സഹായരായ ബലഹീനരായ വിശ്വാസികളുടെ മേൽ അകാരണമായ കുറ്റം ചുമത്തിയും ദൈവസന്നിധിയിൽ നിന്ന് അവരെ അകറ്റിയും എൻ്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ പങ്കാളികളാകുന്നു. ദൈവസഭകളിൽ നിന്നും മാനസിക പീഡനങ്ങൾ നൽകി യുവജനങ്ങളെയും ദൈവമക്കളെയും അകറ്റിക്കളയുന്ന സാത്താന പ്രവൃത്തി നടത്തുന്ന ഉപദേശകരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. തെറ്റുകൾ സംഭവിച്ചു പോയ നിരാശയിൽ അടിമപ്പെടാതെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. നിങ്ങളുടെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്നൊരു പിതാവ് സ്വർഗത്തിൽ നിങ്ങൾക്കായി എപ്പോഴും ഉണ്ട്. ക്രൂശിൽ കിടന്ന കള്ളന് പോലും അവസാന നിമിഷം ദയ ലഭിച്ചു. ഹൃദയത്തിൽ പശ്ചാത്താപം ഉണ്ടായ നിമിഷം. എന്നിലെ വഞ്ചകനെ തിരിച്ചറിഞ്ഞിട്ടും എന്നെ ചേർത്ത് നിർത്തിയ യേശുദേവൻ ഞാൻ വഞ്ചിച്ച നിമിഷത്തിലും സ്നേഹവും വാത്സല്യവും പകർന്നു തന്നു. എന്നിൽ സംഭവിച്ച വീഴ്ച പെട്ടെന്ന് സംഭവിച്ചതല്ല. അവ എന്നിൽ വെറും മോഹങ്ങളായി രൂപം കൊണ്ട പ്രക്രിയയാണ്. എൻ്റെ ജീവിതം അവഗണിക്കാൻ കഴിയാത്ത പാഠമാണ് എന്നും. എൻ്റെ വഴികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയൊരു ജീവിതം രൂപപ്പെടുത്തുക. എനിക്ക് ലഭിച്ച അവസരങ്ങൾ ഞാൻ വിനിയോഗിച്ചില്ല. നിങ്ങൾ ഒരിക്കലും ദൈവനാമമെടുത്ത് സത്യസുവിശേഷത്തെ ആദായമാർഗമാക്കുവാൻ ഉപയോഗിക്കരുത്. നിങ്ങൾ ഒരിക്കലും എൻ്റെ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. ആത്മീയ വീഴ്ചകൾ ചെറുതായി കാണാതെ ക്രിസ്തുവിൽ അവയെ ചിട്ടപ്പെടുത്തുക. ഞാനൊരു ദുരന്തമായി ഇന്നും തുടരുന്നു. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ ജീവിതം കണ്ടെത്തി വിജയകഥയാകുക. സ്നേഹപൂർവം, യൂദ.